ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വീടിൻ്റെ ഫുൾ വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് വർക്ക് ചെയ്യുന്ന മേക്കിംഗ് വീഡിയോ ഒന്നുമില്ല. അത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതൊക്കെയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ഇവിടെ നമ്മളൊരു TV യൂണിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കോർണറിലായിട്ട് നമ്മളൊരു പൂജ റൂം സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ റൂമിൽ നമ്മളൊരു ലോഫ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്, കോയമ്പത്തൂരാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ആ സൈഡാണ് വരുന്നത്. അവിടെ നമുക്ക് അതേപോലെ തന്നെ ഒരു ലോഫ്റ്റും ഇത് പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ മോഡലിലാണ് നമുക്ക് ഈ സൈറ്റ് വരുന്നത്. താഴ്ഭാഗത്ത് L ടൈപ്പിൽ നമ്മൾ ഡോറ് കൊടുക്കുന്നുണ്ട്. അതിൽ 2 ഡ്രോയാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയെല്ലാം ഒരു തട്ടടിച്ചിട്ട് ഡോറാണ് ചെയ്ത് കൊടുക്കുന്നത് താഴ്ഭാഗത്ത്. അതിൻ്റെ ഈ ടോപ്പ് ഭാഗത്ത് നമുക്ക് L ടൈപ്പിൽ ഒരു ബോക്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു പുൾ ഔട്ട് ബോക്സ് വരുന്നുണ്ട്. പുൾ ഔട്ട് പറഞ്ഞാൽ തട്ടാണ് വെച്ച് കൊടുക്കുന്നത്, ഗ്ലാസ് തട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബോക്സ് കൊടുത്തിട്ട് ഈ ചിമ്മിനിനെ രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന പോലെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ലോഫ്റ്റ് വരുന്നുണ്ട്. നമ്മളതിൽ ഫുള്ള് ചാമ്പ്യൻ ഗോൾഡ് അലുമിനിയം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷീറ്റ് വന്നിട്ട് ഐലം ഷീറ്റാണ്, വുഡ് കളറിൻ്റെ ഐലം ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നമുക്കൊരു ഫുൾ ലോഫ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു വാൾഡ്രോപ്പ് വരുന്നുണ്ട്. അതിൻ്റെ പുറത്തൊരു സ്റ്റഡി ടേബിളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെയ്യാൻ വരുന്നുണ്ട്. അതാണ് കാണിക്കുക. നമ്മൾ ചെയ്യുന്നതിന് മുമ്പുള്ളതാണ് കാണിക്കുന്നത്. ഈ വാൾഡ്രോപ്പിൽ നമ്മൾ തട്ടും കാര്യമൊന്നുമില്ല. അതിലെല്ലാം ഓൾറെഡി കടപ്പക്കല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ജനലിൻ്റെ ഹൈറ്റിലാണ് നമ്മളൊരു സ്റ്റഡി ടേബിൾ കൊടുക്കുന്നത്. അതിൽ നമ്മളൊരു ഡ്രോവും കൊടുക്കുന്നുണ്ട്. നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ച കാണാം ഇനി. ഇപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. TV സ്റ്റാൻഡൊക്കെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൾട്ടിവുഡിലൊക്കെ ചെയ്യുന്ന അതേ മോഡലിലാണ് നമ്മളിവിടെ TV സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള TV സ്റ്റാൻഡിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒന്ന് വീഡിയോ ആയിട്ട് ഇടാണ്ടിരുന്നത്. ഇത് നമുക്കൊരു പൂജാ റൂമാണ്. അതിലൊരു 2 സൈഡിൽ 3 തട്ട് വെച്ചിട്ടും ടോപ്പിലൊരു ലൈറ്റ് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ഡ്രോയും. ഇത് നമ്മൾ സിമ്പിൾ ഒരു ലോഫ്റ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു 6 ഡോറാക്കിയിട്ടാണ് ഫുൾ ഹാൻഡിൽ സെക്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൽ തുറന്നിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ അങ്ങനെ ചെയ്ത് ലെങ്ത്താക്കേണ്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു സിമ്പിൾ ചെറിയൊരു വീഡിയോ, അതായത് നമ്മളൊരു വീടിൻ്റെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ് ഇത് കാണിക്കുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ അതേപോലെ തന്നെ ഈ സൈഡ് ഇത് വരുന്നതാണ്. അവിടെ നമ്മൾ 2 ഡബിൾ ഡോർ കൊടുത്തിട്ടുണ്ട്, ഒരു 2 ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിൻ്റെ ഡ്രോയും ഒരു പ്ലെയിൻ ഡ്രോ ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം തട്ടടിച്ച് ഡോറാക്കി കൊടുത്തിരിക്കുകയാണ്. മേൽഭാഗത്ത് നമ്മൾ ഒരു ബോക്സ് അടിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ഫുള്ള് ഷീറ്റാണ് ബോക്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡ് നമ്മളൊരു പുൾ ഔട്ട്, അതായത് ഒരു ഫുൾ ബോക്സ് പോലെ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഗ്ലാസ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടൈറ്റം ഗ്ലാസ് വെച്ചിട്ട് തട്ടാണ് അടിച്ചിട്ടുള്ളത്. അതിൽ എച്ചിങ് ഗ്ലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ക്ലിയർ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ റൂമിൽ വന്ന അതാണ് നമ്മൾ സ്റ്റഡി ടേബിൾ എന്ന് പറഞ്ഞത്. അതിൽ സ്റ്റഡി ടേബിളിൽ ഒരു ഡ്രോയും, നമുക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ നിന്ന് വെളിച്ചടിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ഡാർക്കാണത്. ഇപ്പുറത്ത് നമ്മൾ ആ കടപ്പക്കല്ലിട്ടതിൽ ഒരു 3 ഡോറാക്കിയിട്ട് അതിൽ ലോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് 3 ഡോറിലും. പിന്നെ മുകളിൽ ലോഫ്റ്റാണ്, 2 ഡോറായിട്ട് ലോഫ്റ്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.